ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രുചികരമായ ഒരു മാൽപ്പുവയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു നവരാത്രി നൈവേദ്യമാണ്. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഈ കപ്പിന് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഇതിലേക്ക് 2 ഏലക്കായും കൂടെ ചേർത്താണ് പൊടിച്ചിരിക്കുന്നത്. അതിലേക്ക് അത്രയും തന്നെ വെള്ളം, 3/4 കപ്പ് വെള്ളം, അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് തീ കത്തിച്ച് ഈ പഞ്ചസാര ഒന്ന് അലിയണം. കുറച്ച് യെല്ലോ ഫുഡ് കളർ, അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പക്ഷെ ചിലപ്പോൾ ഒരു കുത്തൽ വരും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ട് നെയ്യിലൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കുവാണെങ്കിൽ ആ കുത്തൽ വരില്ല. അങ്ങനെ ഈ പഞ്ചസാര ലായനി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് ആറാനായിട്ട് മാറ്റി വെക്കണം. ആറിയതിനു ശേഷം ഞാനിപ്പോൾ കാണിച്ച ഈ കപ്പിന് 1 കപ്പ് മൈദയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ റവ ചേർത്തു. എന്നിട്ട് ഈ ആറിയ പഞ്ചസാര ലായനി കുറേശ്ശെയായിട്ട് ചേർത്ത് ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ ഈ മാവ് കുഴച്ചെടുക്കണം. ഈ പഞ്ചസാര ലായനി കൊണ്ട് തന്നെ കുഴച്ചാൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം അതിനകത്തുനിന്ന് ലഭിക്കും. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം. സാധാരണ നിലയിൽ ഇത്രയും മതി. മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കോരി ഒഴിക്കണം. ആ ഒരു പരുവം. ഒരു ഇഡ്ഡലി മാവിൻ്റെയും ദോശമാവിൻ്റെയും ഇടയ്ക്കുള്ള ഒരു പരുവം, അതല്ലെങ്കിൽ കട്ടിയുള്ള ദോശമാവ്. ആ രീതിയിൽ നമ്മൾ കുറേശ്ശെ പഞ്ചസാര ലായനി ഒഴിച്ച് ഇത് നന്നായിട്ട് കട്ടയില്ലാതെ യോജിപ്പിച്ച് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂർ കഴിയുമ്പം ഇത് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് പാല് ചേർക്കാം, അതല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു പാത്രം അടുപ്പേ വെച്ച് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം. കുഴിയുള്ള പാത്രമാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാകണം. ഹൈ ഫ്ലെയിമും ആകരുത്, എന്നാൽ തീരെ ലോ ഫ്ലെയിമും ആകരുത്. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. നമ്മൾ മാവ് ഇതേപോലെ കോരി ഒഴിക്കണം. ഒഴിച്ചു കഴിയുമ്പം അതിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ ബബിൾസ് വരണം. ചിലപ്പോൾ ആദ്യത്തെ മാവ് നമ്മൾ കോരി ഒഴിക്കുമ്പോൾ ശരിയാകണമെന്നില്ല, പക്ഷേ രണ്ടാമത്തേത് മുതൽ ശരിയായിക്കോളും. അതിനുശേഷം ഇത് ഇങ്ങനെ ചെറുതായിട്ട് എണ്ണ അതിൻ്റെ മുകളിലേക്ക് തട്ടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് മറിച്ചിടത്തില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം തീയിലിരുന്ന് ഇതിങ്ങനെ വേകും. എണ്ണ ഇങ്ങനെ പതിയനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തട്ടിച്ചു കൊടുക്കുമ്പം ഇതിങ്ങനെ ചെറുതായിട്ട് നമ്മളെ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പം പൊള്ളി വരുന്നത് പോലെ പൊള്ളി വരും. ഇതിൻ്റെ താഴ്ഭാഗം ഒരു നല്ല സ്വർണ്ണ കളറാകും. അങ്ങനെ സ്വർണ്ണ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റുമ്പം നമ്മൾ നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കുന്ന എണ്ണ
അമർത്തി മാറ്റണം. കാരണം എണ്ണ ചിലപ്പോൾ ഇതിൽ പിടിക്കാം. കാരണം ഇത് തിരിച്ചിടുന്നില്ല, നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എണ്ണ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ എണ്ണ നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പലഹാരത്തിൽ ഒരു ശകലം പോലും എണ്ണ കാണില്ല. അങ്ങനെ പിഴിഞ്ഞ് കളയാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ മാവും ചുട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല രുചിയുള്ള ഒരു പലഹാരമാണ്, ഒരു നവരാത്രി നൈവേദ്യവുമാണ്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചു കണ്ടോളൂ.